ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ഫാൾ വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? ചില സമയത്ത് പെട്ടെന്നൊരു റാലി, പ്രത്യേകിച്ച് ഗ്ലോബൽ ഇവൻറ്റ്സോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗോൾഡ് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നോമിനൽ ഈൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഈ ഒരു സിനാരിയോനെ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനെ നമ്മൾ ലോക്കറിൽ സൂക്ഷിച്ച് വെക്കുന്നതിന് തുല്യമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ ദ സെയിം ടൈം നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കറിൽ വെച്ചേക്കുന്ന പണത്തിനെ ഒരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഫിക്സ്ഡ് ഗ്യാരണ്ടീഡ് റിട്ടേൺ ഇല്ല. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഈ നോമിനൽ ഈൽഡ് എത്ര പെർസെൻറ്റേജ് ആണോ പറയുന്നത് അത്രയും പെർസെൻറ്റേജ് ഫിക്സ്ഡ് റിട്ടേൺ കിട്ടും. ഏത് സമയത്താണോ നോമിനൽ ഈൽഡ് ഗോൾഡിനേക്കാളും കൂടുതൽ റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ബോണ്ട് എപ്പോഴാണോ കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത്, ആ സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിഗ് ബാങ്ക്സ് എല്ലാം എന്ത് ചെയ്യും, ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യും? ഈ ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ നമ്മുടെ ബാങ്കുകളിൽ FD റിട്ടേൺസ് ഒരു 12 to 14% നിങ്ങൾക്ക് FD എന്ന് റിട്ടേൺ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഗോൾഡിലോ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്യുമോ? ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. എല്ലാവരും നേരിട്ട് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യും? ഈ FDയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ബോണ്ടും ഗോൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ഹെവനാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിക്സ്ഡ് റിട്ടേൺ ആയിട്ട് കിട്ടും. സോ എപ്പോഴാണോ ഇതിന് ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത്, ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ നോമിനൽ ഈൽഡ് എന്ന് പറയുന്നത്.